ശരാശരി ഉയരം ഏറ്റവും കൂടുതലുള്ള വൻകര. അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വൻകര. ഇതിന്റെ ഭൂരിഭാഗവും മഞ്ഞുമൂടിയ ഒരു പീഠഭൂമിയായതിനാലാണ് ഈ പ്രത്യേകത. ഏറ്റവും സാധാരണമായ കരൾ രോഗം മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ രോഗങ്ങളിൽ ഒന്നാണ് മഞ്ഞപ്പിത്തം. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നതുമൂലം ചർമ്മത്തിനും കണ്ണുകൾക്കും മഞ്ഞനിറമുണ്ടാകുന്നു. കരളിൽ സംഭരിച്ചിരിക്കാവുന്ന വിറ്റാമിൻ. വിറ്റാമിൻ എ. വിറ്റാമിൻ എ പ്രധാനമായും കരളിൽ സംഭരിക്കപ്പെടുന്നു. കാഴ്ചശക്തിക്കും പ്രതിരോധശേഷിക്കും ഇത് അത്യാവശ്യമായ ഒരു പോഷകമാണ്. നെൽസൺ മണ്ടേല ഭാരതരത്ന ബഹുമതിക്ക് അർഹനായ വർഷം 1990. ദക്ഷിണാഫ്രിക്കൻ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയ്ക്ക് 1990-ൽ ഭാരതരത്നം ലഭിച്ചു. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയിൽ 1946 സെപ്റ്റംബർ 2 രൂപവത്കരിക്കപ്പെട്ട ഇടക്കാല മന്ത്രിസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ചത് ജവഹർലാൽ നെഹ്റു. 1946 സെപ്റ്റംബർ 2 രൂപവൽക്കരിച്ച ഇടക്കാല മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റു വിദേശകാര്യ വകുപ്പും കോമൺവെൽത്ത് ബന്ധങ്ങളും കൈകാര്യം ചെയ്തു. അദ്ദേഹം ഈ മന്ത്രിസഭയുടെ ഉപാധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യൻ നാവികസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഇന്ത്യൻ സായുധ സേനയുടെ സമുദ്ര വിഭാഗമാണിത്. പ്രയുക്ത ജന്തുശാസ്ത്രത്തിന്റെ അപ്ലൈഡ് സുവോളജി പിതാവ് കോൺറാഡ് ജെസ്നർ. കോൺറാഡ് ജെസ്നർ ഒരു സ്വിസ് പ്രകൃതിശാസ്ത്രജ്ഞനും ജീവശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തെ പലപ്പോഴും ആധുനിക സുവോളജിയുടെയും ബോട്ടാണിയുടെയും സ്ഥാപകരിൽ ഒരാളായി കണക്കാക്കുന്നു. ആദ്യത്തെ സാഫ് ഗെയിംസ് വേദി കാഠ്മണ്ഡു. 1984-ൽ നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ് ആദ്യത്തെ സാഫ് ഗെയിംസ്, സൗത്ത് ഏഷ്യൻ ഗെയിംസ്, നടന്നത്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ കായിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന വേദിയാണിത്. ഈ ഗെയിംസ് പ്രദേശത്തെ കായിക താരങ്ങൾക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി. വിറ്റാമിൻ സി പുതിയ പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളമായി കാണപ്പെടുന്നു. അതിനാൽ ഇത് ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നു. ഇത് രോഗപ്രതിരോധശേഷിക്ക് പ്രധാനമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് എഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന നോവൽ അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിനു മുമ്പുള്ള അടിമത്തത്തെക്കുറിച്ചുള്ള ശക്തമായ ചിത്രീകരണം നൽകി. ഈ പുസ്തകം അടിമത വിരുദ്ധ പ്രസ്ഥാനത്തിന് വലിയ പ്രചോദനം നൽകി. മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. ഓട്ടൻതുള്ളൽ എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരാണ് മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്നറിയപ്പെടുന്നത്. സാധാരണക്കാരുടെ ഭാഷയിൽ ഹാസ്യരൂപേണ അദ്ദേഹം സാമൂഹിക വിമർശനം നടത്തി. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് ആര്? എം.ജി. രാമചന്ദ്രൻ. തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയായ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം AIADMK 1972-ൽ എം.ജി. രാമചന്ദ്രനാണ് സ്ഥാപിച്ചത്. ദ്രാവിഡ മുന്നേറ്റ കഴകം DMK വിട്ടുപോന്നതിന് ശേഷമാണ് അദ്ദേഹം ഈ പാർട്ടി രൂപീകരിച്ചത്. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട്. മാമ്പഴങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്ന ഇനം അൽഫോൺസോ. അൽഫോൺസോ മാമ്പഴം അതിന്റെ മധുരത്തിനും സവിശേഷമായ സ്വാദിനും പേരുകേട്ടതാണ്. ഇന്ത്യയിൽ ഇത് മാമ്പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. അണ്ണ എന്നറിയപ്പെട്ടത് CN അണ്ണാദുരൈ. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവും ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപകനുമാണ് CN അണ്ണാദുരൈ. അദ്ദേഹത്തെ സ്നേഹത്തോടെ അണ്ണ എന്ന് വിളിച്ചിരുന്നു. മാഗ്നാകാർട്ട ഒപ്പുവെച്ച സ്ഥലം റണ്ണിമീഡ്. 1215-ൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവും അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരും തമ്മിൽ റണ്ണിമീഡിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മാഗ്നാകാർട്ട. ഇത് നിയമവാഴ്ചയുടെ അടിസ്ഥാന ശിലയായി കണക്കാക്കപ്പെടുന്നു. മാഗ്നാകാർട്ടയിൽ ഒപ്പുവെച്ച രാജാവ്
ജോൺ രാജാവ്. മാഗ്നാകാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ജോൺ ആയിരുന്നു. ഈ ഉടമ്പടിയിലൂടെ രാജാവിന്റെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുകയും പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. ബ്യൂഫോർട്ട് സ്കെയിൽ എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? കാറ്റിന്റെ വേഗം. കാറ്റിന്റെ വേഗതയും അതിന്റെ ഫലങ്ങളും അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു അനുഭവപരമായ സ്കെയിലാണ് ബ്യൂഫോർട്ട് സ്കെയിൽ. ഫ്രാൻസിസ് ബ്യൂഫോർട്ടാണ് ഇത് വികസിപ്പിച്ചത്. മുഗൾ മേൽക്കോയ്മ അംഗീകരിച്ച ആദ്യത്തെ രജപുത്ര രാജ്യം? അംബർ. അംബറിലെ രാജാവായ ബാർമലാണ് ആദ്യമായി അക്ബറിന്റെ മേൽക്കോയ്മ അംഗീകരിക്കുകയും അദ്ദേഹവുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത രജപുത്ര രാജാവ്. അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിൽ വടക്കൻ സംസ്ഥാനങ്ങളെ നയിച്ചത്? എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ആഭ്യന്തരയുദ്ധത്തിൽ യൂണിയനെ വടക്കൻ സംസ്ഥാനങ്ങൾ നയിച്ചത് അന്നത്തെ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ആയിരുന്നു. അടിമത്തം നിർത്തലാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്? റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡ് ബദൽ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നു. പരിസ്ഥിതി സംരക്ഷണം, സാമൂഹിക നീതി, സമാധാനം തുടങ്ങിയ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് ഇത് നൽകുന്നു. ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? ഹരിവംശ് റായ് ബച്ചൻ. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്ന ഹരിവംശ് റായ് ബച്ചനാണ് 1991-ൽ ആദ്യത്തെ സരസ്വതി സമ്മാനം ലഭിച്ചത്. കെ. ബിർള ഫൗണ്ടേഷനാണ് ഈ പുരസ്കാരം നൽകുന്നത്. യാക്കിനെ കാണുന്നത് ഏതു വൻകരയിൽ? ഏഷ്യ. യാക്കുകൾ പ്രധാനമായും ഏഷ്യൻ വൻകരയിലെ ഹിമാലയൻ പ്രദേശങ്ങളിലും ടിബറ്റൻ പീഠഭൂമിയിലുമാണ് കാണപ്പെടുന്നത്. തണുപ്പുള്ള കാലാവസ്ഥയിൽ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. മുഗൾ ശില്പവിദ്യയിൽ നിർമ്മിച്ച ഏറ്റവും ഉത്കൃഷ്ടമായ മന്ദിരം? താജ്മഹൽ. മുഗൾ ചക്രവർത്തി ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമാണ്. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസ വീക്ഷണനും രാഷ്ട്രീയക്കാരനുമായിരുന്നു. അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകരിൽ ഒരാളാണ്. യങ് ഇറ്റലി പ്രസ്ഥാനത്തെ നയിച്ചവർ? ഗാരിബാൾഡിയും മസ്സിനിയും. യങ് ഇറ്റലി എന്നത് 1831-ൽ ജ്യൂസാപ്പെ മസ്സിനി സ്ഥാപിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇറ്റലിയെ ഏകീകൃത സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ അനുവദിച്ചത് ഏതു വർഷത്തിൽ? AD 1684. 1684-ൽ ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട കെട്ടാൻ അനുവാദം നൽകിയത്. ഇത് കേരളത്തിൽ ബ്രിട്ടീഷ് ശക്തി ഉറപ്പിക്കുന്നതിൽ ഒരു പ്രധാന പടിയായിരുന്നു. മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്? കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിലെ റെറ്റിനയിൽ കാണപ്പെടുന്ന കോൺ കോശങ്ങളാണ് നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് റോഡ് കോശങ്ങളാണ്. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബമുണ്ടാകുന്ന സ്ഥലം? റെറ്റിന. മനുഷ്യനേത്രത്തിൽ പ്രകാശം ലെൻസിലൂടെ കടന്നുപോയി റെറ്റിനയിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. റെറ്റിനയിലാണ് വസ്തുക്കളുടെ തലകീഴായ പ്രതിബിംബം രൂപപ്പെടുന്നത്. 1492-ൽ അമേരിക്കയിലെത്തിയ ആദ്യ യൂറോപ്യൻ നാവികൻ? ക്രിസ്റ്റഫർ കൊളംബസ്. ഇറ്റാലിയൻ നാവികനായ ക്രിസ്റ്റഫർ കൊളംബസ് 1492-ൽ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്കൻ വൻകരയിൽ എത്തിച്ചേർന്നു. യൂറോപ്യൻ കോളനിവൽക്കരണത്തിന്റെ തുടക്കമായിരുന്നു ഇത്. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ ഏത് നൃത്തരംഗത്താണ് പ്രവർത്തിച്ചത്? ഭരതനാട്യം. പ്രശസ്ത ഭരതനാട്യം നർത്തകികളാണ് യാമിനി കൃഷ്ണമൂർത്തിയും രുക്മിണി ദേവി അരുണ്ടേലും. ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തത്തിന് ഇരുവരും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1510-ൽ ബീജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ അൽബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവ്? തിമ്മയ്യ. പോർച്ചുഗീസ് വൈസ്രോയി അൽഫോൺസോ ഡി അൽബുക്കർക്ക് 1510-ൽ ബീജാപൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചടക്കി.
പ്രാദേശിക നേതാവായ തിമ്മയ അദ്ദേഹത്തെ ഈ സൈനിക നീക്കത്തിൽ സഹായിച്ചു. UN സെക്രട്ടറി ജനറലായിരുന്ന കുർട്ട് വാൾഡ്ഹൈം പിന്നീട് സ്വരാജ്യത്വ പ്രസിഡന്റായി. രാജ്യമേത്? ഓസ്ട്രിയ. കുർട്ട് വാൾഡ്ഹൈം ഐക്യരാഷ്ട്രസഭയുടെ 4ാമത്തെ സെക്രട്ടറി ജനറലായിരുന്നു. പിന്നീട് അദ്ദേഹം ഓസ്ട്രിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മരാമചന്ദ്രൻ. പത്മരാമചന്ദ്രൻ കേരളത്തിന്റെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറിയായിരുന്നു. 1989-ൽ അവർ ഈ പദവിയിൽ നിയമിതയായി. യാദവ വംശത്തിന്റെ തലസ്ഥാനം ദേവഗിരി. യാദവ വംശം ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു. അവരുടെ തലസ്ഥാനം ദേവഗിരിയായിരുന്നു. ഇത് പിന്നീട് ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1936-ൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത് AK ഗോപാലൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന AK ഗോപാലൻ 1936-ൽ കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ഒരു പട്ടിണിജാഥ നയിച്ചു. കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുവേണ്ടിയുള്ള സമരമായിരുന്നു ഇത്. കേരളത്തിലെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ്. ഡോക്ടർ ജാൻസി ജെയിംസ് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റു. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായിരുന്നു അവർ. മരണാനന്തര ബഹുമതിയായി സമാധാന നോബലിനർഹനായ UN സെക്രട്ടറി ജനറൽ ഡാഗ് ഹാമർഷോൾഡ് 1961. ഐക്യരാഷ്ട്രസഭയുടെ മുൻ സെക്രട്ടറി ജനറലായിരുന്ന ഡാഗ് ഹാമർഷോൾഡിന് 1961-ൽ മരണാനന്തര ബഹുമതിയായി സമാധാന നോബൽ ലഭിച്ചു. വിമാനാപകടത്തിൽ മരണപ്പെട്ട അദ്ദേഹത്തിന് ലോകസമാധാനത്തിനായുള്ള സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. കേരളത്തിലെ ആദ്യ വനിതാ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു സ്ഥാപനമാണിത്. മുഗൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ. ബാബറാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത്. 1526-ൽ നടന്ന ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്നറിയപ്പെട്ടത് ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറിനെ ആത്മകഥാകാരന്മാരിൽ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ബാബർനാമ തുർക്കി ഭാഷയിലെ മികച്ച സാഹിത്യകൃതികളിലൊന്നാണ്. കേരളത്തിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് KET കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായിരുന്ന KET കോശി 1956-ൽ കേരള ഹൈക്കോടതി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം ഈ പദവി വഹിച്ചു. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലുണ്ടായിരുന്നത് ലേബർ പാർട്ടി. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിൽ ക്ലമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയായിരുന്നു അധികാരത്തിൽ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ള തീരുമാനത്തിൽ ഈ പാർട്ടിക്ക് പ്രധാന പങ്കുണ്ട്. 1931 മാർച്ച് 23-ന് രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ധീര രക്തസാക്ഷികളായ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ 1931 മാർച്ച് 23-ന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ലാഹോർ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സംഭവം. ഇമ്മ്യൂണോളജിയുടെ പിതാവ് എഡ്വേർഡ് ജെന്നർ. വാക്സിനേഷന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന എഡ്വേർഡ് ജെന്നറാണ് ഇമ്മ്യൂണോളജിയുടെയും സ്ഥാപക പിതാക്കന്മാരിൽ ഒരാൾ. വസൂരി രോഗത്തിനെതിരായ വാക്സിൻ അദ്ദേഹം വികസിപ്പിച്ചു. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ മുൻ ഭരണപരിചയമുണ്ടായിരുന്ന ഏക വ്യക്തി ഡോക്ടർ AR മേനോൻ. 1957-ൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ കേരള മന്ത്രിസഭയിൽ ഡോക്ടർ AR മേനോന് മാത്രമാണ് മുൻപ് ഭരണപരിചയമുണ്ടായിരുന്നത്. അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. ദിൽവാര ക്ഷേത്രം എവിടെയാണ്? മൗണ്ട് അബു.
രാജസ്ഥാനിലെ മൗണ്ട് അബുവിലുള്ള ദിൽവാര ക്ഷേത്രങ്ങൾ ജൈനമതത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. അതിമനോഹരമായ മാർബിൾ കൊത്തുപണികൾക്ക് പേരുകേട്ടതാണ് ഈ ക്ഷേത്രങ്ങൾ. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് ജെ.ബി. കൃപ്പലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് ആചാര്യ ജെ.ബി. കൃപ്പലാനിയായിരുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപന സമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ തലവനായിരുന്നു. കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആയിഷബായി. ആയിഷബായിയാണ് കേരള നിയമസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. 1957-ൽ ആദ്യ നിയമസഭയിൽ അവർ ഈ പദവി വഹിച്ചു. ഡൽഹി ചലോ എന്നു പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഡൽഹി ചലോ എന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രശസ്തമായ മുദ്രാവാക്യമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയോടാണ് അദ്ദേഹം ഈ ആഹ്വാനം നടത്തിയത്. ഇന്ത്യയിലെ പ്രധാന വേലിയേറ്റ തുറമുഖം ഗുജറാത്തിലെ കാണ്ട്ല. കാണ്ട്ല തുറമുഖം ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന വേലിയേറ്റ തുറമുഖമാണ്. ഇത് കച്ച് ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ പുനലൂർ. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് സ്ഥാപിച്ചത്. ഇത് പുനലൂർ പേപ്പർ മിൽസ് എന്നറിയപ്പെട്ടു. രക്തം കട്ടപിടിക്കാത്ത രോഗം ഹീമോഫീലിയ. ഹീമോഫീലിയ എന്നത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന ഒരു ജനിതക രോഗമാണ്. ചെറിയ മുറിവുകളിൽ പോലും അമിത രക്തസ്രാവത്തിന് ഇത് കാരണമാകും. കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായ ആദ്യ വികസ്വര രാജ്യം ജമൈക്ക. 1966. 1966-ൽ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച ആദ്യ വികസ്വര രാജ്യമാണ് ജമൈക്ക. കിങ്സ്റ്റണിൽ നടന്ന ഈ ഗെയിംസ് കായിക ലോകത്ത് വികസ്വര രാജ്യങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇത് കരീബിയൻ മേഖലയ്ക്ക് വലിയ അംഗീകാരം നൽകി. 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി സിസ്റ്റർ അച്യുത മേനോൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 5 വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ വ്യക്തി സിസ്റ്റർ അച്യുത മേനോനാണ്. 1970 മുതൽ 1977 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഡോക്ടർ എ.ആർ. മേനോൻ. 1957-ലെ EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയിൽ ഡോക്ടർ എ.ആർ. മേനോനായിരുന്നു ആരോഗ്യമന്ത്രി. ആദ്യ കേരള മന്ത്രിസഭയിലെ പ്രമുഖ അംഗമായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമം ഒല്ലൂക്കര, തൃശൂർ. തൃശൂർ ജില്ലയിലെ ഒല്ലൂക്കര ഗ്രാമമാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസാക്ഷര വ്യവഹാര വിമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ടത്. നിയമപരമായ തർക്കങ്ങളില്ലാത്ത ഒരു ഗ്രാമമാണിത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ്. ഇതിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ്. മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടുപിടിച്ച ഹിപ്പാലസ് കേരളത്തിലെത്തിയ വർഷം AD 45. പുരാതന ഗ്രീക്ക് നാവികനായിരുന്ന ഹിപ്പാലസ് മൺസൂൺ കാറ്റുകളുടെ ഗതി തിരിച്ചറിഞ്ഞു. AD 45-ൽ അദ്ദേഹം ഈ അറിവ് ഉപയോഗിച്ച് കേരളത്തിലെത്തിയതായി വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് അകത്തേത്തറ, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയിലാണ് കേരളത്തിലെ ആദ്യത്തെ ലേബർ ബാങ്ക് സ്ഥാപിച്ചത്. ഗ്രാമീണ തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത്. അൺഹാപ്പി ഇന്ത്യ രചിച്ചത് ലാലാ ലജ്പത് റായ്. പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന ലാലാ ലജ്പത് റായ് രചിച്ച പുസ്തകമാണ് അൺഹാപ്പി ഇന്ത്യ. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. പഞ്ചാബ് എന്ന വാക്കിന് 5 നദികളുടെ നാട് എന്നാണ് അർത്ഥം. സത്ലജ്, ബിയാസ്, രവി, ചിനാബ്, ജലം എന്നീ നദികൾ ഈ പ്രദേശത്തുകൂടി ഒഴുകുന്നു. ഇറ്റാനഗർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം? അരുണാചൽ പ്രദേശ്.
അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമാണിത്. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നത് മൗണ്ട്ബാറ്റൻ പ്രഭു. മൗണ്ട്ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ അവസാന വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും അദ്ദേഹം ഈ പദവി തുടർന്നു. ഇറ്റാലിയൻ സഞ്ചാരി നിക്കോളോ കോണ്ടി വിജയനഗരം സന്ദർശിച്ചപ്പോൾ രാജാവായിരുന്നത് ദേവരായ ഒന്നാമൻ. ഇറ്റാലിയൻ വ്യാപാരിയും സഞ്ചാരിയുമായിരുന്ന നിക്കോളോ കോണ്ടി 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചു. അക്കാലത്ത് ദേവരായ ഒന്നാമനായിരുന്നു വിജയനഗരത്തിന്റെ ഭരണാധികാരി. മനുഷ്യശരീരത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രന്ഥി ഏത്? ആഗ്നേയഗ്രന്ഥി. പാൻക്രിയാസ് എന്നും അറിയപ്പെടുന്ന ആഗ്നേയഗ്രന്ഥി ദഹനത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ആവശ്യമായ എൻസൈമുകളും ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്നു. കരളാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്ന അവയവം ഏത്? മസ്തിഷ്കം. ഒരു ജനിതക രോഗമായ ഹണ്ടിങ്ടൺ രോഗം തലച്ചോറിലെ നാഡീകോശങ്ങളെ ബാധിക്കുന്നു. ഇത് ക്രമേണ ചലനശേഷി, ചിന്താശേഷി, മാനസികാവസ്ഥ എന്നിവയെ ബാധിക്കുകയും രോഗിയുടെ നില വഷളാക്കുകയും ചെയ്യും. ഹിജ്റ വർഷത്തിലെ അവസാനത്തെ മാസം ഏത്? ദുൽഹ്. ഇസ്ലാമിക കലണ്ടറിലെ 12ാമത്തെയും അവസാനത്തെയും മാസമാണ് ദുൽഹ്. ഈ മാസത്തിലാണ് ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതും ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നതും. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ ആരംഭിച്ചത് ഏതു വർഷമാണ്? 1903. ഇന്ത്യൻ ഒപ്പീനിയൻ പത്രത്തിലൂടെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ നേരിട്ട വിവേചനങ്ങളെക്കുറിച്ച് ലോകത്തെ അറിയിച്ചു. ഇത് അദ്ദേഹത്തിന്റെ സത്യാഗ്രഹ സമരമുറകൾക്ക് അടിത്തറ പാകി. കാലാവധിയായ 5 വർഷം തികച്ച കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ സ്പീക്കർ ആര്? എം. വിജയകുമാർ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ആദ്യ സ്പീക്കറാണ് എം. വിജയകുമാർ. ഇത് നിയമസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയായി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ കാലഘട്ടം എപ്പോഴാണ്? AD 1559 മുതൽ 1620 വരെ. കേരളത്തിലെ പ്രശസ്തനായ സംസ്കൃത പണ്ഡിതനും കവിയുമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണീയം എന്ന പ്രശസ്തമായ ഭക്തികാവ്യം രചിച്ചത് അദ്ദേഹമാണ്. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധ സമരത്തിനിടെ ഏറ്റ ലാത്തിച്ചടികൾ ഏത് നേതാവിനാണ് മരണകാരണമായത്? ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ധീരനായ നേതാവായിരുന്നു ലാലാ ലജ്പത് റായ്. 1928-ൽ സൈമൺ കമ്മീഷനെതിരായ പ്രകടനത്തിനിടെ ബ്രിട്ടീഷ് പോലീസ് നടത്തിയ ലാത്തിച്ചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. ചാണകത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാതകമേത്? മീഥേൻ. ജൈവവസ്തുക്കൾ അഴുകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു വാതകമാണ് മീഥേൻ. ചാണകത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ബയോഗ്യാസിലെ പ്രധാന ഘടകവും മീഥേനാണ്. ചാതുർവർണ്ണ്യത്തിന്റെ ശരിയായ ക്രമം ഏത്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. പുരാതന ഇന്ത്യൻ സമൂഹത്തിലെ വർണ്ണവ്യവസ്ഥയാണ് ചാതുർവർണ്ണ്യം. ഓരോ വർണ്ണത്തിനും സമൂഹത്തിൽ വ്യത്യസ്ത കടമകളും സ്ഥാനങ്ങളും കൽപ്പിക്കപ്പെട്ടിരുന്നു. ജാതുകുട കനി ഏത് ധാതുവിനു പ്രശസ്തം? യുറേനിയം. ജാർഖണ്ഡിലെ ജാതുകുട കനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുറേനിയം കനികളിൽ ഒന്നാണ്. ആണവോർജ്ജ ഉത്പാദനത്തിന് ആവശ്യമായ യുറേനിയം ഇവിടെ നിന്ന് ലഭിക്കുന്നു. GS അയ്യർ 1878-ൽ ആരംഭിച്ച പത്രം ഏത്? ദി ഹിന്ദു. ഇന്ത്യയിലെ പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലൊന്നാണ് ദി ഹിന്ദു. 1878-ൽ ജി. സുബ്രഹ്മണ്യ അയ്യർ ഇത് ആരംഭിച്ചു. ഇത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. നോബൽ സമ്മാനം നേടിയ ആദ്യ പാകിസ്ഥാൻകാരൻ ആര്? അബ്ദുസലാം. ഫിസിക്സ് 1979. പാകിസ്ഥാനി സൈദ്ധാന്തിക ഭൗതികശാസ്ത്രജ്ഞനായ അബ്ദുസലാം ഇലക്ട്രോ വീക്ക് ഇന്ററാക്ഷൻ സിദ്ധാന്തത്തിന് 1979-ൽ ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടി. പാകിസ്ഥാനിൽ നിന്ന് നോബൽ സമ്മാനം നേടുന്ന ആദ്യ വ്യക്തിയാണ് അദ്ദേഹം.
ചാണക്യന്റെ യഥാർത്ഥ പേരെന്താണ്? വിഷ്ണുഗുപ്തൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവും അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവുമാണ് ചാണക്യൻ. അദ്ദേഹത്തെ കൗടില്യൻ എന്നും വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്നു. ചിത്രരചനയിൽ തൽപരനായിരുന്ന മുഗൾ ചക്രവർത്തി ആര്? ജഹാംഗീർ. മുഗൾ സാമ്രാജ്യത്തിലെ നാലാമത്തെ ചക്രവർത്തിയായ ജഹാംഗീർ ചിത്രകലയുടെ വലിയൊരു പ്രോത്സാഹകനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുഗൾ ചിത്രകല അതിന്റെ ഔന്നത്യത്തിലെത്തി. ജിന്ന ഹൌസ് എവിടെയാണ്? മുംബൈയിൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര നേതാവും പാകിസ്ഥാന്റെ സ്ഥാപകനുമായ മുഹമ്മദ് അലി ജിന്നയുടെ മുംബൈയിലെ പഴയ വസതിയാണ് ജിന്ന ഹൌസ്. ചരിത്രപ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണിത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ശ്യാമശാസ്ത്രി. ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന പുരാതന ഇന്ത്യൻ രാഷ്ട്രീയ ഗ്രന്ഥം 1905 ആർ. ശ്യാമശാസ്ത്രി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇത് ലോകത്തിന് ഈ മഹത്തായ കൃതിയെ പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമേത്? സ്ഥിതികോർജ്ജം. ഒരു വസ്തുവിന്റെ സ്ഥാനമോ രൂപമോ കാരണം അതിനു ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ഒരു ഉയരത്തിൽ വെച്ചിരിക്കുന്ന വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം സ്ഥിതികോർജ്ജമുണ്ടാകും. സ്ഥാപകനുള്ള മതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമേത്? ജൂതമതം. അബ്രഹാമിക് മതങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ജൂതമതം. ഏകദൈവ വിശ്വാസത്തിലും തോറയിലെ നിയമങ്ങളിലും അധിഷ്ഠിതമാണ് ഈ മതം. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കമിട്ട കരാർ? യാന്താബോ കരാർ 1826 ഫെബ്രുവരി 24. 1826 ഫെബ്രുവരി 24 ഒപ്പുവെച്ച യാന്താബോ കരാറാണ് ഒന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം അവസാനിപ്പിച്ചത്. ഈ കരാർ പ്രകാരം അസ്സാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കമിടുകയും ചെയ്തു. അരുണാചൽ പ്രദേശ് അസ്സാമിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി? തുളസീദാസ്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ സമകാലികനും ഭക്തകവിയുമായിരുന്നു തുളസീദാസ്. രാമചരിതമാനസം എന്ന വിഖ്യാത കൃതിയുടെ കർത്താവായ അദ്ദേഹത്തെ അക്ബറിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായും കണക്കാക്കുന്നു. ശരാവതി പദ്ധതി ഏത് സംസ്ഥാനത്താണ്? കർണാടക. കർണാടകയിലെ ശരാവതി നദിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രധാന ജലവൈദ്യുത പദ്ധതിയാണ് ശരാവതി പദ്ധതി. ഇതിലെ ജോഗ് വെള്ളച്ചാട്ടം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ബോംബെക്ക് മുമ്പ് പശ്ചിമതീരത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന താവളമായിരുന്ന നഗരം? സൂറത്ത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലൊന്ന് സൂറത്ത് ആയിരുന്നു. പിന്നീട് ബോംബെ ഒരു പ്രധാന തുറമുഖമായി വളർന്നപ്പോൾ സൂറത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു. യൂറോപ്പിന്റെ പുതപ്പ് എന്നറിയപ്പെടുന്നത്? ഗൾഫ് സ്ട്രീം. ചൂടുള്ള സമുദ്രജലം വടക്കൻ യൂറോപ്പിലേക്ക് വഹിച്ചുകൊണ്ടുപോകുന്ന ഒരു ശക്തമായ സമുദ്രജല പ്രവാഹമാണ് ഗൾഫ് സ്ട്രീം. ഇത് യൂറോപ്പിലെ കാലാവസ്ഥയെ മിതമായി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. യൂറോപ്പിന്റെ പടക്കളം എന്നറിയപ്പെടുന്ന രാജ്യം? ബെൽജിയം. യൂറോപ്പിലെ പ്രധാന യുദ്ധങ്ങൾ പലതും ബെൽജിയൻ മണ്ണിൽ വെച്ചാണ് നടന്നത്. ഇതിന്റെ തന്ത്രപരമായ സ്ഥാനം കാരണം പല ശക്തികളും ഈ രാജ്യത്തിനായി യുദ്ധം ചെയ്തിട്ടുണ്ട്. അക്ബറിന്റെ കാലത്തെ മന്ദിരങ്ങൾ പ്രധാനമായും എന്ത് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്? ചുവന്ന മണൽക്കല്ല്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിച്ച മിക്ക മന്ദിരങ്ങളും ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചാണ്. ഫത്തേപൂർ സിക്രി പോലുള്ള അദ്ദേഹത്തിന്റെ നിർമ്മിതികളിൽ ഇത് പ്രകടമാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്ന വർഷം? 1930. ആദ്യത്തെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന കോമൺവെൽത്ത് ഗെയിംസ് 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് നടന്നത്. ബേവാച്ച് തീം പാർക്ക് എവിടെയാണ്? കന്യാകുമാരി.
തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ വാട്ടർ തീം പാർക്കാണ് ബേവാച്ച്. വിനോദസഞ്ചാരികൾക്ക് പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണിത്. അധികാരസ്ഥാപനത്തോട് ഒരു പൊതു കർത്തവ്യം നിർവഹിക്കാൻ ആവശ്യപ്പെട്ട് പുറപ്പെടുവിക്കുന്ന കൽപ്പന. മാൻഡമസ്. ഒരു പൊതു അധികാരിയോട് നിയമപരമായ കടമ നിർവഹിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പുറപ്പെടുവിക്കാൻ കഴിയുന്ന ഒരു റിട്ടാണ് മാൻഡമസ്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവ ഏതു മൂലകത്തിന്റെ ഐസോഡോപ്പുകളാണ്? ഹൈഡ്രജൻ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവ ഹൈഡ്രജൻ എന്ന മൂലകത്തിന്റെ 3 ഐസോഡോപ്പുകളാണ്. ഇവയ്ക്ക് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുകളുമാണ് ഉള്ളത്. ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിന്റെ പേര്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. 1930-ൽ ആദ്യ കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോൾ അതിനെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് വിളിച്ചിരുന്നത്. മഹാവീരന് കൈവല്യം ലഭിച്ച സ്ഥലം? ജൃംബികാഗ്രമം. ജൈനമത വിശ്വാസപ്രകാരം മഹാവീരന് പരമജ്ഞാനമായ കൈവല്യം ലഭിച്ചത് ജൃംബികാഗ്രമം എന്ന സ്ഥലത്തുവെച്ചാണ്. ഈ സംഭവത്തോടെ അദ്ദേഹം ജിനൻ അഥവാ വിജയി എന്നറിയപ്പെട്ടു. അക്ബറിന്റെ സദസ്സിലുണ്ടായിരുന്ന അന്തകവി? സൂർദാസ്. അക്ബറിന്റെ കാലഘട്ടത്തിലെ പ്രമുഖ ഭക്തികവിയായിരുന്ന സൂർദാസ് കൃഷ്ണഭക്തനായിരുന്നു. അന്ധനായിരുന്ന അദ്ദേഹത്തിന്റെ കൃതികൾക്ക് ഹിന്ദി സാഹിത്യത്തിൽ വലിയ സ്ഥാനമുണ്ട്. അരബിന്ദോ സമാധി എവിടെയാണ്? പുതുച്ചേരി. ശ്രീ അരബിന്ദോ ആശ്രമം പുതുച്ചേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനായ യോഗിയും തത്വചിന്തകനുമായിരുന്ന ശ്രീ അരബിന്ദോയും മാതാവും ചേർന്ന് സ്ഥാപിച്ച ഈ ആശ്രമം ലോകമെമ്പാടുമുള്ള ആത്മീയ അന്വേഷകരെ ആകർഷിക്കുന്നു. ബേക്കൽ കോട്ട ഏത് ജില്ലയിൽ? കാസർകോട്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് കാസർകോട് ജില്ലയിലെ ബേക്കൽ കോട്ട. ഇത് ഒരു പ്രധാന ചരിത്രസ്മാരകവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. ഭരണഘടനാ നിർമ്മാണസഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച തീയതി? 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണസഭ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. ഈ ദിനം ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. ശകവർഷത്തിലെ രണ്ടാമത്തെ മാസം ഏത്? വൈശാഖം. ശകവർഷം എന്നത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ്. ചൈത്രമാണ് ശകവർഷത്തിലെ ആദ്യ മാസം, വൈശാഖം രണ്ടാമത്തെ മാസമാണ്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മാർച്ച് 22-നാണ് ശകവർഷം ആരംഭിക്കുന്നത്. അലാവുദ്ദീൻ ഖിൽജിയെ ദേവഗിരി കീഴടക്കാൻ സഹായിച്ചത് ആര്? മാലിക് കാഫർ. ഡെക്കാൻ കീഴടക്കാൻ അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്തനായ സൈന്യാധിപൻ മാലിക് കാഫറിനെ അയച്ചു. മാലിക് കാഫർ ദേവഗിരിയിലെ യാദവ രാജാവായ രാമചന്ദ്രനെ പരാജയപ്പെടുത്തി ഖിൽജി സാമ്രാജ്യത്തിന്റെ അധീനതയിലാക്കി. ഫ്രാൻസിലെ വേർസായിൽസ് കൊട്ടാരം പണികഴിപ്പിച്ചത് ആര്? ലൂയി 14-മൻ. 17-ാം നൂറ്റാണ്ടിൽ ലൂയി 14-മൻ രാജാവിന്റെ ഭരണകാലത്താണ് വേർസായിൽസ് കൊട്ടാരം നിർമ്മിച്ചത്. ഫ്രഞ്ച് രാജാക്കന്മാരുടെ ആഡംബരത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകമായ ഈ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടങ്ങളിലൊന്നാണ്. അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാവുകയും പിന്നീട് സന്യാസിയായി മാറുകയും ചെയ്തത് ആര്? അരബിന്ദോ ഘോഷ്. 1908-ൽ നടന്ന അലിപ്പൂർ ബോംബ് കേസിൽ അരബിന്ദോ ഘോഷ് അറസ്റ്റിലായി. പിന്നീട് നിരപരാധിയാണെന്ന് കണ്ടുവിട്ടയച്ച അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടുള്ള താൽപര്യം കുറയുകയും പോണ്ടിച്ചേരിയിലേക്ക് താമസം മാറി ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് ആരംഭിച്ചത് ആരുടെ കാലത്താണ്? കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭുവിനെയാണ് ഇന്ത്യയിലെ സിവിൽ സർവീസിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത്. ഭരണപരമായ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനായി അദ്ദേഹം സിവിൽ സർവീസിനെ പുനഃസംഘടിപ്പിച്ചു. മിന്നലിന്റെ വൈദ്യുത സ്വഭാവം കണ്ടുപിടിച്ചത് ആര്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അമേരിക്കൻ ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനുമായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1752-ൽ നടത്തിയ പട്ടം പറത്തൽ പരീക്ഷണത്തിലൂടെ മിന്നൽ ഒരു വൈദ്യുത പ്രതിഭാസമാണെന്ന് തെളിയിച്ചു. ഇടിമിന്നൽ ചാലകത്തിന്റെ കണ്ടുപിടുത്തത്തിലേക്കും ഇത് വഴിയൊരുക്കി. കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഗുജറാത്ത്.
കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനും അതിനെ നേരിടുന്നതിനുമുള്ള നയങ്ങൾ രൂപീകരിക്കാൻ ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധത കാണിക്കുന്നു. മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തതിന് കാരണമായ വസ്തു ഏത്? ലൂസിഫെറിൻ. മിന്നാമിനുങ്ങുകൾക്ക് പ്രകാശം പുറത്തുവിടാൻ കഴിവുണ്ട്. ഈ പ്രതിഭാസത്തെ ബയോലുമിനസൻസ് എന്ന് പറയുന്നു. ലൂസിഫെറിൻ എന്ന രാസവസ്തു ലൂസിഫെറേസ് എന്ന എൻസൈമുമായി ചേർന്ന് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് പ്രകാശമുണ്ടാകുന്നത്. നിയമസഭ വിളിച്ചുചേർക്കുന്നത് ആര്? ഗവർണർ. ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ സമ്മേളനം വിളിച്ചുചേർക്കാനും പിരിച്ചുവിടാനും ഗവർണർക്കാണ് അധികാരമുള്ളത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് ഗവർണർ ഈ അധികാരം വിനിയോഗിക്കുന്നത്. ഭാരതരത്നം നേടിയവരിൽ ഒടുവിൽ ജനിച്ച വ്യക്തി ആര്? സച്ചിൻ ടെണ്ടുൽക്കർ. 1973 ജനിച്ച സച്ചിൻ ടെണ്ടുൽക്കർ 2014 ഭാരതരത്നം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അതുപോലെ പുരസ്കാരം നേടിയവരിൽ ഒടുവിൽ ജനിച്ച വ്യക്തിയും അദ്ദേഹമാണ്. ഏറ്റവും തണുപ്പുകൂടിയ സമുദ്രം ഏത്? ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ വടക്കേ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർട്ടിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും ചെറിയതും തണുപ്പുള്ളതുമായ സമുദ്രമാണ്. ഇതിന്റെ ഉപരിതലത്തിന്റെ ഭൂരിഭാഗവും വർഷം മുഴുവൻ മഞ്ഞുമൂടിക്കിടക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. രാജ്യത്തെ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ കന്നുകാലി വളർത്തൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കിഴക്കനേഷ്യൻ കടുവകൾ എന്നറിയപ്പെടുന്നത് ഏതെല്ലാം? തായ്വാൻ, സിംഗപ്പൂർ, ഹോങ്കോങ്, ദക്ഷിണ കൊറിയ. 1960-നും 1990-നും ഇടയിൽ അതിവേഗം വ്യവസായവൽക്കരണവും സാമ്പത്തിക വളർച്ചയും കൈവരിച്ച കിഴക്കനേഷ്യൻ രാജ്യങ്ങളെയാണ് ഏഷ്യൻ ടൈഗേഴ്സ് അഥവാ കിഴക്കനേഷ്യൻ കടുവകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം ഇതുവരെ എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട്? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 1976-ലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, മതേതരത്വം, അഖണ്ഡ എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78. കനിഷ്ക ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ശകവർഷം ആരംഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാര്? നീലം സഞ്ജീവി റെഡ്ഡി. നീലം സഞ്ജീവി റെഡ്ഡി ആന്ധ്രാപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രിമാരിലൊരാളായിരുന്നു. പിന്നീട് അദ്ദേഹം ലോക്സഭാ സ്പീക്കറായും ഇന്ത്യയുടെ 6ാമത്തെ രാഷ്ട്രപതിയായും സേവനമനുഷ്ഠിച്ചു. വൈദ്യുതി പ്രവാഹത്തിന്റെ ശക്തി അളക്കുന്ന ഉപകരണം ഏത്? അമ്മീറ്റർ. ഒരു വൈദ്യുത സർക്യൂട്ടിലൂടെയുള്ള കറന്റ് അഥവാ വൈദ്യുതി പ്രവാഹം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. സർക്യൂട്ടിൽ ഇത് സീരീസായി ബന്ധിപ്പിക്കുന്നു. ഓസ്ട്രാസിസം സൂചിപ്പിക്കുന്നത് എന്ത്? ഊരുവിലക്ക്. പുരാതന ഗ്രീസിലെ, പ്രത്യേകിച്ച് ഏതൻസിലെ ഒരു നിയമപരമായ നടപടിയായിരുന്നു ഓസ്ട്രാസിസം. സമൂഹത്തിൽ നിന്ന് ഒരു വ്യക്തിയെ താൽക്കാലികമായി നാടുകടത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്ഥിരത ഉറപ്പാക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം എന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ. 1927-ൽ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച സൈമൺ കമ്മീഷന്റെ ഔദ്യോഗിക നാമം ഇന്ത്യൻ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ എന്നായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ചുമതല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1920. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. മിലിന്ദ പാൺഹോ രചിച്ചത് ആര്? നാഗാർജുനൻ. മിലിന്ദ പാൺഹോ എന്നത് ബുദ്ധസന്യാസിയായിരുന്ന നാഗസേനനും ഇൻഡോ ഗ്രീക്ക് രാജാവായ മെനാണ്ടർ ഒന്നാമനും മിലിന്ദ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ ഒരു ബുദ്ധമത ഗ്രന്ഥമാണ്.
ഈ കൃതി നാഗാർജുനൻ രചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നീ പേരുകളിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. പ്രാചീന ഭാരതത്തിലെ പ്രധാനപ്പെട്ട മിക്ക സാമ്രാജ്യങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇന്നത്തെ ഉത്തർപ്രദേശ്. ബ്രഹ്മർഷി ദേശം, മധ്യദേശം എന്നിങ്ങനെ ഇത് അറിയപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ കൂടിയായിരുന്നു ഈ പ്രദേശം. ഒരു വ്യക്തി പ്രകൃത്യാ അവന്റേതല്ലെങ്കിൽ അവനൊരു അടിമയാണെന്ന് പറഞ്ഞതാര്? അരിസ്റ്റോട്ടിൽ. പ്രമുഖ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ അടിമത്തത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കിയതിനിടെ പറഞ്ഞതാണ് ഈ വാക്യം. ചിലർക്ക് ഭരിക്കാനുള്ള കഴിവുണ്ടെന്നും ചിലർക്ക് പ്രകൃത്യാ അടിമകളായിരിക്കാനുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം വാദിച്ചു. മനുഷ്യശരീരത്തിൽ മരണം വരെ വളരുന്ന രണ്ടു ഭാഗങ്ങൾ ഏവ? മുടി, നഖം. മുടിയും നഖവും നിർജ്ജീവ കോശങ്ങളാൽ നിർമ്മിതമാണ്. അവയുടെ വളർച്ച തുടർച്ചയായി സംഭവിക്കുന്നു. ഒരു വ്യക്തി മരിച്ച ശേഷവും കുറച്ചുകാലത്തേക്ക് ഈ വളർച്ച തുടർന്നേക്കാം, കാരണം കോശങ്ങൾ പൂർണ്ണമായും നശിക്കാൻ സമയമെടുക്കും. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തുവരുന്ന പ്രതിഭാസം? സൂപ്പർമൂൺ. ചന്ദ്രൻ ഭൂമിയോട് അതിന്റെ ഭ്രമണപഥത്തിൽ ഏറ്റവും അടുത്തുവരുന്ന സമയത്ത് സംഭവിക്കുന്ന പൂർണ്ണചന്ദ്രൻ അല്ലെങ്കിൽ അമാവാസി പ്രതിഭാസത്തെയാണ് സൂപ്പർമൂൺ എന്ന് പറയുന്നത്. ഈ സമയത്ത് ചന്ദ്രൻ സാധാരണയേക്കാൾ വലുതായും തിളക്കമുള്ളതായും കാണപ്പെടുന്നു. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സമ്മാനിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടി ശില്പിയാര്? ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി. ഫ്രാൻസ് അമേരിക്കയ്ക്ക് സൗഹൃദത്തിന്റെ പ്രതീകമായി സമ്മാനിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടി രൂപകൽപ്പന ചെയ്തത് ഫ്രെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി എന്ന ശില്പിയാണ്. 1886-ൽ ഇത് ന്യൂയോർക്ക് തുറമുഖത്ത് സ്ഥാപിച്ചു. അലിപ്പൂർ ഗൂഢാലോചനാ കേസിൽ അരബിന്ദോ ഘോഷിനുവേണ്ടി ഹാജരായ അഭിഭാഷകനാര്? CR ദാസ്. അലിപ്പൂർ ബോംബ് കേസിൽ അരബിന്ദോ ഘോഷിനെ പ്രതിരോധിക്കാൻ പ്രമുഖ അഭിഭാഷകനും രാഷ്ട്രീയ നേതാവുമായിരുന്ന ചിത്തരഞ്ജൻ ദാസ്, CR ദാസ് ഹാജരായി. അദ്ദേഹത്തിന്റെ വാദങ്ങൾ അരബിന്ദോ ഘോഷിനെ കുറ്റവിമുക്തനാക്കാൻ സഹായിച്ചു. ബ്രസീൽ കണ്ടെത്തിയത് ആര്? പെഡ്രോ അൽവാറസ് കബ്രാൾ. 1500-ൽ പോർച്ചുഗീസ് പര്യവേക്ഷകനായ പെഡ്രോ അൽവാറസ് കബ്രാൾ ആഫ്രിക്കൻ തീരത്തേക്കുള്ള യാത്രാമധ്യേ വഴിതെറ്റി ബ്രസീലിൽ എത്തുകയായിരുന്നു. ഇദ്ദേഹമാണ് ബ്രസീലിനെ യൂറോപ്യൻ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് ഏത്? പാസ്കൽ. മർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാസ്കൽ, പ. അന്തരീക്ഷമർദ്ദം സാധാരണയായി മില്ലിബാർ അല്ലെങ്കിൽ ഹെക്ടോപാസ്കൽ, HPa ഉപയോഗിച്ചാണ് അളക്കുന്നത്. ഇവിടെ ഒരു ഹെക്ടോപാസ്കൽ സമം 100 പാസ്കൽ. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ പഴയ പേര് എന്തായിരുന്നു? മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. സയ്യിദ് അഹമ്മദ് ഖാൻ 1875-ൽ സ്ഥാപിച്ച മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി മാറിയത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രി ആര്? P. പ്രകാശം. മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചപ്പോൾ അതിന്റെ ആദ്യ മുഖ്യമന്ത്രിയായി ടി. പ്രകാശം നിയമിതനായി. ആന്ധ്ര കേസരി എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ശകവർഷം ആരംഭിച്ചത് ആരുടെ ഭരണകാലത്ത്? കനിഷ്കൻ. കുശാന രാജാവായ കനിഷ്കന്റെ ഭരണകാലത്താണ് ശകവർഷം ആരംഭിച്ചത്. AD 78-ൽ ആരംഭിച്ച ഈ കലണ്ടർ പിന്നീട് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിക്കപ്പെട്ടു. വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏത്? ബാംഗ്ലൂർ. 1905-ൽ ശിവനസമുദ്രം ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി എത്തിച്ചുകൊണ്ട് ബാംഗ്ലൂർ നഗരം വൈദ്യുതീകരിക്കപ്പെട്ടു. ഇത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വൈദ്യുതീകരിക്കപ്പെട്ട നഗരമായിരുന്നു. ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭു. 1900-ൽ ശ്രീനാരായണ ഗുരുവിന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും നേതൃത്വത്തിൽ ഈഴവ സമുദായം തിരുവിതാംകൂർ സർക്കാരിൽ നിന്ന് തങ്ങൾക്ക് നേരിടുന്ന അവകാശ ലംഘനങ്ങൾക്കെതിരെ കഴ്സൺ പ്രഭുവിന് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1962.
ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ചു തുടങ്ങിയത് 1962-ലെ പൊതുതിരഞ്ഞെടുപ്പ് മുതലാണ്. തിരഞ്ഞെടുപ്പ് തട്ടിപ്പുകൾ തടയുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുന്നു. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതനുമായിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത്. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ ഉന്നമനം ലക്ഷ്യമിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. മുങ്ങിമരിക്കുന്നതിനു മുമ്പ് കുമാരനാശാൻ സഞ്ചരിച്ചിരുന്ന ബോട്ട് ഏത്? റെഡീമർ. 1924-ൽ പല്ലനയാറ്റിൽ റെഡീമർ ബോട്ട് അപകടത്തിൽപ്പെട്ടാണ് മഹാകവി കുമാരനാശാൻ അന്തരിച്ചത്. മലയാള സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകിയ കവിയായിരുന്നു അദ്ദേഹം. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ സ്ഥാപകൻ ആര്? P.N. പണിക്കർ. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ് P.N. പണിക്കർ. വായിച്ചു വളരുക എന്ന മുദ്രാവാക്യത്തിലൂടെ അദ്ദേഹം കേരളത്തിൽ വായനയെ പ്രോത്സാഹിപ്പിച്ചു. ആന്ധ്ര സംസ്ഥാനം രൂപവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തി മരണം വരിച്ച വ്യക്തിയാര്? പോറ്റി ശ്രീരാമലു. മദ്രാസ് സംസ്ഥാനത്തിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമലു 58 ദിവസം നിരാഹാര സമരം നടത്തുകയും മരണപ്പെടുകയും ചെയ്തു. ഇത് ആന്ധ്രാപ്രദേശ് രൂപീകരണത്തിന് കാരണമായി. ആരുടെ സദസ്യനായിരുന്നു ഭാരവി? സിംഹവിഷ്ണു. പ്രമുഖ സംസ്കൃത കവിയായ ഭാരവി പല്ലവ രാജാവായ സിംഹവിഷ്ണുവിന്റെ ആസ്ഥാന കവിയായിരുന്നു. കിരാതാർജുനീയം എന്ന അദ്ദേഹത്തിന്റെ മഹാകാവ്യം ഏറെ പ്രശസ്തമാണ്. മുഹമ്മദ് നബിയുടെ കബറിടം എവിടെയാണ്? മദീന. ഇസ്ലാമിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കബറിടം സൗദി അറേബ്യയിലെ മദീനയിലെ അൽ മസ്ജിദ് അൻ നബവിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കൊരു പുണ്യസ്ഥലമാണിത്. ശകവർഷം തുടങ്ങിയ നൂറ്റാണ്ട് ഏത്? AD 1-ാം നൂറ്റാണ്ട്. AD 78-ൽ ആരംഭിച്ച ശകവർഷം 1-ാം നൂറ്റാണ്ടിൽ പെടുന്നു. ഇത് കനിഷ്ക ചക്രവർത്തിയുടെ ഭരണകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പാക്കിയ ആദ്യ രാജ്യം ഏത്? ഫ്രാൻസ്. 1954-ൽ ഫ്രാൻസാണ് ലോകത്ത് ആദ്യമായി മൂല്യവർദ്ധിത നികുതി വാറ്റ് നടപ്പാക്കിയത്. ഇത് പിന്നീട് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും സ്വീകരിച്ച ഒരു പ്രധാന നികുതി പരിഷ്കരണമായിരുന്നു. മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട. കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കക്കാട് നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു അണക്കെട്ടാണ് മൂഴിയാർ ഡാം. കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണിത്. അരുണാചൽ പ്രദേശിന്റെ പഴയ പേര് എന്തായിരുന്നു? നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി NEFA. അരുണാചൽ പ്രദേശ് 1972 വരെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി NEFA എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഇത് കേന്ദ്രഭരണ പ്രദേശമായും 1987-ൽ സംസ്ഥാനമായും മാറി. മൂകാംബിക ക്ഷേത്രം എവിടെയാണ്? കൊല്ലൂർ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കൊല്ലൂരിലാണ് പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവി മൂകാംബികയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. അറ്റോർണി ജനറലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 76. ഇന്ത്യൻ ഭരണഘടനയുടെ 76-ാം അനുച്ഛേദം ഇന്ത്യയുടെ അറ്റോർണി ജനറലിന്റെ നിയമനം, ചുമതലകൾ, അധികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നിയമോപദേഷ്ടാവാണ് അറ്റോർണി ജനറൽ. മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ ഭരണാധികാരി ആര്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയാണ് മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയാധികാരത്തിൽ നിന്ന് വേർപെടുത്തി ഭരണകാര്യങ്ങളിൽ മതം ഒരു പരിധിയിലധികം ഇടപെടുന്നതിനെ തടഞ്ഞത്. ഇത് അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മധ്യധരണ്യാഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്ക് ഏത്? ജിബ്രാൾട്ടർ. അറ്റ്ലാന്റിക് സമുദ്രത്തെയും മധ്യധരണ്യാഴിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ജിബ്രാൾട്ടർ. യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അളകനന്ദ ഏത് നദിയിലാണ് ചേരുന്നത്?
ഗംഗ. അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ചാണ് ഗംഗാ നദിയായി മാറുന്നത്. ഗംഗയുടെ പ്രധാന പോഷകനദികളിൽ ഒന്നാണ് അളകനന്ദ. മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഏത്? ഹവായ് ദ്വീപുകൾ. ഹവായ് ദ്വീപുകൾ അതിന്റെ അതുല്യമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കാരണം മഴവില്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നു. ഇവിടെ പതിവായി മഴവില്ലുകൾ ദൃശ്യമാകാറുണ്ട്. അറ്റ്ലസ് പർവ്വതനിര ഏതു വൻകരയിലാണ്? ആഫ്രിക്ക. വടക്കേ ആഫ്രിക്കയിൽ മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളിലൂടെ വ്യാപിച്ചുകിടക്കുന്ന ഒരു പർവ്വതനിരയാണ് അറ്റ്ലസ്. ഇത് മധ്യധരണ്യാഴിയുടെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും തീരങ്ങളോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? പാർലമെന്റിലെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ടറൽ കോളേജാണ്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും ലോക്സഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. അന്തരീക്ഷത്തിൽ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? 75.46%, ഏകദേശം 78%. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏകദേശം 78% നൈട്രജൻ വാതകമാണ്. ജീവൻ നിലനിർത്തുന്നതിൽ നൈട്രജൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. മലയാളത്തിലെ ആദ്യ കവിത ഏത്? രാമചരിതം പാട്ട്. 12ാം നൂറ്റാണ്ടിൽ ചീരാമൻ എഴുതിയ രാമചരിതം പാട്ട് മലയാളത്തിലെ ആദ്യകാല കൃതികളിലൊന്നാണ്. പ്രാചീന മലയാള ഗാനരചനാ രീതിയായ പാട്ട് പ്രസ്ഥാനത്തിലെ പ്രധാന കൃതിയാണിത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ്? 0.03%. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വളരെ കുറവാണെങ്കിലും ഇത് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്ന ഒരു പ്രധാന വാതകമാണ്. സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിന് ഇത് അത്യാവശ്യമാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം എവിടെയാണ്? കോഴിക്കോട്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ZSI ഇന്ത്യയിലെ ജന്തുജാലങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനും സംരക്ഷണത്തിനും നേതൃത്വം നൽകുന്ന സ്ഥാപനമാണ്. അതിന്റെ പശ്ചിമഘട്ട പ്രാദേശിക കേന്ദ്രം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത് ഏത്? വരവൂർ. തൃശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര വിമുക്ത പഞ്ചായത്ത്. പഞ്ചായത്ത് തലത്തിൽ തന്നെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിലൂടെ കോടതി നടപടികൾ ഒഴിവാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. മലയാളത്തിൽ നിന്ന് ഊർവശി അവാർഡ് ആദ്യമായി നേടിയത് ആര്? ശാരദ. പ്രശസ്ത നടി ശാരദയാണ് മലയാളത്തിൽ നിന്ന് മികച്ച നടിക്കുള്ള ആദ്യത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അന്ന് ഊർവശി അവാർഡ് എന്നറിയപ്പെട്ടു, നേടിയത്. 1968-ൽ പുറത്തിറങ്ങിയ തുലാഭാരം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. മരണം സംഭവിച്ച ശേഷം പേശികൾക്ക് കടുപ്പമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? റിഗർ മോർട്ടിസ്. മരണം സംഭവിച്ച ശേഷം പേശികൾക്ക് കടുപ്പമുണ്ടാകുന്ന പ്രതിഭാസമാണ് റിഗർ മോർട്ടിസ്. ശരീരത്തിലെ രാസമാറ്റങ്ങൾ കാരണം പേശികൾ ചുരുങ്ങുകയും ദൃഢമാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ഇത് മരണാനന്തര ശരീരത്തിൽ കാണുന്ന പ്രധാന മാറ്റങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ഏത്? അഷ്ടാധ്യായി. പാണിനി രചിച്ച അഷ്ടാധ്യായി സംസ്കൃത വ്യാകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ ഗ്രന്ഥമാണ്. 8 അധ്യായങ്ങളിലായി സംസ്കൃത ഭാഷയുടെ ഘടനയെയും നിയമങ്ങളെയും ഇത് വിശദീകരിക്കുന്നു. ഗൂർഖകൾ ഉപയോഗിക്കുന്ന കത്തിയുടെ പേര്? കുക്രി. കുക്രി എന്നത് നേപ്പാളിലെ ഗൂർഖ സൈനികർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒരുതരം വളഞ്ഞ കത്തിയാണ്. ഇത് അവരുടെ സംസ്കാരത്തിന്റെയും ധീരയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ ഏത്? വിഗതകുമാരൻ. JC ഡാനിയേൽ സംവിധാനം ചെയ്ത് 1928-ൽ പുറത്തിറങ്ങിയ വിഗതകുമാരനാണ് മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ. മലയാള സിനിമയുടെ പിതാവായി JC ഡാനിയേൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏത്? ആലും ആറ.
1931 പുറത്തിറങ്ങിയ ആലുമാറായാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ സിനിമ. അർദേശിർ ഇറാനി സംവിധാനം ചെയ്ത ഈ ചിത്രം ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു. സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആര്? വില്യം ലോഗൻ. മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കളക്ടറായിരുന്നു വില്യം ലോഗൻ. അദ്ദേഹത്തിന്റെ മലബാർ മാനുവൽ മലബാറിന്റെ ചരിത്രത്തെയും സാമൂഹിക അവസ്ഥയെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിങ് ബേർഡ്. ക്യൂബയിൽ കാണപ്പെടുന്ന ബീ ഹമ്മിങ് ബേർഡ് ആണ് ഇവയിൽ ഏറ്റവും ചെറുത്. ഇവയുടെ ചിറകുകൾ അതിവേഗം ചലിക്കുന്നു. ഹൈഡാസ്പസ് യുദ്ധം നടന്ന വർഷം? BC 326. BC 326 അലക്സാണ്ടർ ചക്രവർത്തിയും പുരുരാജാവും തമ്മിൽ ജലം നദിയുടെ തീരത്തുവെച്ച് നടന്ന യുദ്ധമാണ് ഹൈഡാസ്പസ് യുദ്ധം എന്നറിയപ്പെടുന്നത്. പുരുരാജാവിന്റെ ധീരമായ പ്രതിരോധം ഈ യുദ്ധത്തെ ശ്രദ്ധേയമാക്കി. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത് ആര്? MN ഗോവിന്ദൻ നായർ. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയുമായിരുന്ന MN ഗോവിന്ദൻ നായരെയാണ് കേരള ക്രൂഷ്ചേവ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. സോവിയറ്റ് നേതാവ് നിക്കിത ക്രൂഷ്ചേവിനോടുള്ള സാമ്യം കാരണമാണ് ഈ പേര് ലഭിച്ചത്. ശക്തൻ തമ്പുരാൻ കൊച്ചിയിൽ രാജാവായത് ഏതു വർഷത്തിൽ? AD 1790. 1790 കൊച്ചി രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ശക്തൻ തമ്പുരാൻ കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ആധുനിക കൊച്ചിയുടെ ശില്പി എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഒരില മാത്രമുള്ള സസ്യം ഏത്? ചേന. ചേന എന്നത് ആഹാരയോഗ്യമായ കിഴങ്ങുള്ള ഒരു സസ്യമാണ്. ഒരു തണ്ടിൽ നിന്ന് ഒരൊറ്റ ഇല മാത്രമേ ഇതിന് ഉണ്ടാകുകയുള്ളൂ. ഈ ഇലയ്ക്ക് വലിയ അഗ്രങ്ങളുള്ള ഒരു രൂപമാണുള്ളത്. ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ള സസ്തനി ഏത്? ഏഷ്യൻ ആന. ഏഷ്യൻ ആനകൾക്കാണ് കരയിലെ സസ്തനികളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഗർഭകാലമുള്ളത്, ഏകദേശം 18 മുതൽ 22 മാസം വരെ. ഇത് അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ കൂടുതൽ വികാസം പ്രാപിക്കാൻ സഹായിക്കുന്നു. കസ്തൂർബാ ഗാന്ധി അന്തരിച്ച കൊട്ടാരം ഏത്? പൂനെയിലെ ആഗാഖാൻ കൊട്ടാരം. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മഹാത്മാഗാന്ധിയോടൊപ്പം തടവിലായിരുന്ന കസ്തൂർബാ ഗാന്ധി 1944 ഫെബ്രുവരി 22 പൂനെയിലെ ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് അന്തരിച്ചത്. ഹൈദർ അലിയുടെ തെക്കേ മലബാർ ആക്രമണം ഏതു വർഷത്തിൽ? AD 1758. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദർ അലി 1758 തെക്കേ മലബാർ ആക്രമിച്ചു. ഇത് കേരള ചരിത്രത്തിലെ മൈസൂർ ആക്രമണങ്ങളുടെ ആരംഭമായിരുന്നു. ഇത് പ്രദേശത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഗോദവർമ്മ രാജ. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അംഗമായിരുന്ന കേണൽ ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. കേരളത്തിൽ കായിക രംഗത്തും ടൂറിസത്തിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. തിരുവിതാംകൂറിലുണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവി ഏത്? ജില്ലാ കളക്ടർ. തിരുവിതാംകൂർ ഭരണത്തിലുണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർ എന്ന പദവി ഇന്നത്തെ ജില്ലാ കളക്ടർക്ക് സമാനമായ ഭരണപരമായ അധികാരങ്ങളുള്ളതായിരുന്നു. ജില്ലയുടെ ഭരണം കൈകാര്യം ചെയ്യുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ചുമതല. ഏറ്റവും വേഗത്തിൽ ചലിക്കാൻ കഴിവുള്ള പക്ഷി ഏത്? പെരിഗ്രിൻ ഫാൽക്കൺ. പെരിഗ്രിൻ ഫാൽക്കണാണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി. ഇരയെ പിടിക്കാൻ താഴേക്ക് കുതിക്കുമ്പോൾ ഇതിന് മണിക്കൂറിൽ 320 കിലോമീറ്ററിലധികം വേഗതയിൽ പറക്കാൻ കഴിയും. ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ച ആദ്യത്തെ പൂർവ്വ യൂറോപ്യൻ രാജ്യം ഏത്? പോളണ്ട്. 1989 നടന്ന തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഏകകക്ഷി ഭരണം അവസാനിപ്പിച്ച് ജനാധിപത്യത്തിലേക്ക് മാറിയത്. ഇത് ശീതയുദ്ധാനന്തര യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. കൈകാലുകളിലെ ആകെ അസ്ഥികൾ എത്ര? 126. മനുഷ്യശരീരത്തിലെ അപ്പൻഡിക്കുലാർ അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് കൈകാലുകളിലെ അസ്ഥികൾ.
ഒരു കൈയിൽ 30 അസ്ഥികളും ഒരു കാലിൽ 30 അസ്ഥികളും വീതമാണ് ഉള്ളത്. അങ്ങനെ 2 കൈകളിലും കാലുകളിലുമായി ആകെ 126 അസ്ഥികളുണ്ട്. മലയാള ഭാഷയുടെ ആധുനിക ലിപി നടപ്പാക്കിയ തിരുവിതാംകൂർ രാജാവ് ആര്? സ്വാതി തിരുനാൾ. സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന കാലത്ത് 1829 മുതൽ 1846 വരെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വലിയ സംഭാവനകൾ നൽകി. മലയാള ലിപി പരിഷ്കരണത്തിലും അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അരുണാചൽ പ്രദേശിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത്? നംദഫ. അരുണാചൽ പ്രദേശിലെ ഏറ്റവും വലിയ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നാണ് നംദഫ. ഇതൊരു ദേശീയോദ്യാനവും കടുവാ സങ്കേതവുമാണ്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾക്ക് ഇത് പേരുകേട്ടതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരം ഏത്? കോഴിക്കോട്. 2012-ൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം കോഴിക്കോടിനെ ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരമായി പ്രഖ്യാപിച്ചു. എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയിരുന്നു. അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര്? സിയാങ്. ടിബറ്റിൽ സാങ്പോ എന്നറിയപ്പെടുന്ന ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ സിയാങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നീട് അസമിൽ വെച്ച് ഇത് ബ്രഹ്മപുത്രയായി മാറുന്നു. മനുഷ്യന്റെ കവിളിന്റെ അനാട്ടമി നാമം? ബുക്ക. മനുഷ്യന്റെ കവിളിന്റെ പ്രധാന പേശിയെ ബുക്കിനേറ്റർ പേശി, ബക്സനേറ്റർ മസൽ എന്നു പറയുന്നു. സംസാരിക്കാനും ഭക്ഷണം ചവക്കാനും ഇത് സഹായിക്കുന്നു. ബുക്ക എന്നത് കവിളിനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദമാണ്. ഏത് രാജ്യത്തിലെ ഭരണാധികാരിയാണ് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് 1215-ൽ മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചു. ഇത് രാജാവിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും നിയമവാഴ്ചയുടെയും വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെയും അടിസ്ഥാന ശിലകളിലൊന്നായി മാറുകയും ചെയ്തു. മാറാട് കലാപമുണ്ടായ ജില്ല? കോഴിക്കോട്. കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മാറാട് കടപ്പുറത്ത് 2003-ൽ നടന്ന വർഗീയ കലാപമാണ് മാറാട് കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഈ സംഭവം കേരള സമൂഹത്തിൽ വലിയ ഞെട്ടലുളവാക്കിയിരുന്നു. മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യർ? മനു, ആബ. മഹാത്മാഗാന്ധി വെടിയേറ്റു മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നത് മനു ഗാന്ധിയും ആബ ഗാന്ധിയുമായിരുന്നു. ഇരുവരും ഗാന്ധിജിയുടെ വലിയ അനുയായികളും അദ്ദേഹത്തെ പരിചരിച്ചിരുന്നവരുമായിരുന്നു. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ത്? ശ്രീനാരായണ ഗുരുവിന്റെ ശിവലിംഗ പ്രതിഷ്ഠ. 1888-ൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠയെയാണ് അരുവിപ്പുറം വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ജാതിവ്യവസ്ഥക്കെതിരെയുള്ള ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മുളങ്കാടുകൾക്ക് പ്രസിദ്ധമായ മലപ്പുറം ജില്ലയിലെ സ്ഥലം? നിലമ്പൂർ. തേക്കിന്റെയും മുളയുടെയും തോട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് തോട്ടങ്ങളിലൊന്നും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് രാജ്യമാണ് ഹോളണ്ട് എന്നറിയപ്പെട്ടിരുന്നത്? നെതർലൻഡ്സ്. നെതർലൻഡ്സിന്റെ ഒരു പ്രധാന ഭാഗമായ ഹോളണ്ട് സാധാരണയായി രാജ്യം മുഴുവനെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേരാണ്. എന്നാൽ ഔദ്യോഗികമായി രാജ്യം നെതർലൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ചോള സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം? തഞ്ചാവൂർ. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സാമ്രാജ്യമായിരുന്ന ചോളന്മാരുടെ പ്രധാന തലസ്ഥാനങ്ങളിലൊന്നായിരുന്നു തഞ്ചാവൂർ. ബൃഹദീശ്വര ക്ഷേത്രം പോലുള്ള നിരവധി മഹത്തായ ക്ഷേത്രങ്ങൾക്ക് ഇത് പേരുകേട്ടതാണ്. മറാത്ത വംശമായ ഗെയ്ക്വാദ് എവിടെയാണ് ഭരിച്ചത്? ബറോഡ. മറാത്ത സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഗെയ്ക്വാദ് രാജവംശം ഗുജറാത്തിലെ ബറോഡ ആസ്ഥാനമാക്കി ഭരിച്ചു. അവരുടെ ഭരണം ഈ പ്രദേശത്തിന്റെ ചരിത്രത്തിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തി. വധിക്കപ്പെട്ട രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ജെയിംസ് എ ഗാർഫീൽഡ്. 1881-ൽ വെടിയേറ്റ് വധിക്കപ്പെട്ട ജെയിംസ് എ ഗാർഫീൽഡ് അമേരിക്കയുടെ 20ാമത്തെ പ്രസിഡന്റായിരുന്നു. അബ്രഹാം ലിങ്കണാണ് വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. ശകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആര്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ.
ഗുപ്ത ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ശകാരി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്. ശകന്മാരെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണാർത്ഥമാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. ശൈത്യക്കടൽ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എവിടെയാണ്? ചന്ദ്രനിൽ. ചന്ദ്രനിലെ ഒരു വലിയ ലാവാ സമതലമാണ് സീ ഓഫ് ട്രാങ്ക്വിലിറ്റി അഥവാ ശൈത്യക്കടൽ. അപ്പോളോ 11 ദൗത്യത്തിലെ യാത്രികർ ആദ്യമായി ചന്ദ്രനിലിറങ്ങിയത് ഈ പ്രദേശത്താണ്. കാശ്മീരിലെ അക്ബർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? സൈനുൽ അബിദീൻ 1420 മുതൽ 70 വരെ. 15-ാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന സുൽത്താൻ സൈനുൽ അബിദീനെയാണ് കാശ്മീരിലെ അക്ബർ എന്ന് വിളിച്ചിരുന്നത്. മതസഹിഷ്ണുത, നീതിയുക്തമായ ഭരണം, കലാ സാംസ്കാരിക പ്രോത്സാഹനം എന്നിവയിൽ അദ്ദേഹം അക്ബറിനോട് സാമ്യം പുലർത്തി. റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നത് ഏതുതരം കണ്ണാടിയാണ്? കോൺവെക്സ് മിറർ. വാഹനങ്ങളിലെ റിയർവ്യൂ മിററുകളായി കോൺവെക്സ് മിററുകൾ ഉപയോഗിക്കുന്നു. ഇത് കൂടുതൽ വിസ്താരമുള്ള പ്രദേശം കാണാൻ സഹായിക്കുന്നു, കാരണം ഇവ പ്രതിബിംബങ്ങളെ ചെറുതാക്കി കാണിക്കുന്നു. ഓസോൺ വാതകത്തിന്റെ നിറം നീല. ഓസോൺ O3 സാധാരണ താപനിലയിൽ ഇളം നീല നിറമുള്ള വാതകമാണ്. ഇതിന് രൂക്ഷമായ ഗന്ധവുമുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. എഡ്യൂസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്ന്? ശ്രീഹരിക്കോട്ട. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് GSAT-3. 2004-ൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഏറ്റവും ജലസമ്പന്നമായ നദി ഏത്? ആമസോൺ. ലോകത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നാണ് ആമസോൺ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയും ഇതുതന്നെയാണ്. ദക്ഷിണ അമേരിക്കയിലൂടെ ഒഴുകുന്ന ഈ നദിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രെയിനേജ് ബേസിനുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്? ആർട്ടിക്കിൾ 352. ഇന്ത്യൻ ഭരണഘടനയുടെ 352-ാം അനുച്ഛേദം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നൽകുന്നു. യുദ്ധം, ബാഹ്യമായ ആക്രമണം അല്ലെങ്കിൽ സായുധകലാപം എന്നിവ ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിച്ച ശേഷം പിൻവലിച്ചത് ആരുടെ കാര്യത്തിലാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1992-ൽ സുഭാഷ് ചന്ദ്രബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച് തർക്കങ്ങൾ നിലനിന്നിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കുടുംബം പുരസ്കാരം നിരസിക്കുകയും പിന്നീട് സർക്കാർ ഇത് പിൻവലിക്കുകയും ചെയ്തു. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും പണ്ഡിതനുമായിരുന്ന വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചു. ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളിലും അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം ശക്തമായി നിലകൊണ്ടു. ആർക്കാണ് മാതാപിതാക്കൾ മുടിചൂടും പെരുമാൾ എന്ന് പേരിട്ടത്? അയ്യ വൈകുണ്ഠർ. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും ആധ്യാത്മിക നേതാവുമായിരുന്ന അയ്യ വൈകുണ്ഠർക്ക് മാതാപിതാക്കൾ നൽകിയ പേരായിരുന്നു മുടിചൂടും പെരുമാൾ. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ അയ്യ വൈകുണ്ഠർ എന്ന പേരിൽ അറിയപ്പെട്ടു. ജാതികുമ്മി രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന പണ്ഡിറ്റ് കറുപ്പന്റെ പ്രസിദ്ധമായ കൃതിയാണ് ജാതികുമ്മി. ജാതി വ്യവസ്ഥയുടെ അനാചാരങ്ങളെയും അസമത്വങ്ങളെയും ഇത് ശക്തമായി വിമർശിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ? ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യരിൽ ഒരാളായിരുന്നു ശിവലിംഗദാസ സ്വാമികൾ. ഗുരുവിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. കവിതിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് ആര്? കൊച്ചി രാജാവ്. കൊച്ചിയിലെ അന്നത്തെ രാജാവായിരുന്ന രാമവർമ്മ 15-ാമൻ പണ്ഡിറ്റ് കറുപ്പന് കവിതിലകൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ബഹുമതിയായിരുന്നു ഇത്. 1973-ലെ ഒക്ടോബർ യുദ്ധത്തിൽ വിജയിച്ച രാജ്യം? ഈജിപ്ത്. 1973-ലെ ഒക്ടോബർ യുദ്ധം യോം കിപ്പൂർ യുദ്ധം എന്നും അറിയപ്പെടുന്നു.
ഈജിപ്തും സിറിയയും ഇസ്രായേലിനെതിരെ നടത്തിയ ഒരു സംയുക്ത ആക്രമണമായിരുന്നു. ഈജിപ്ഷ്യൻ സൈന്യം സൂയസ് കനാൽ കടന്ന് സിനായി ഉപദ്വീപിൽ മുന്നേറി വിജയം നേടി. അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കുപടിഞ്ഞാറൻ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന കടലാണ് അറബിക്കടൽ. ഇത് ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, അറേബ്യൻ ഉപദ്വീപ്, കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു.